മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കാരിച്ചാൽ എന്ന വള്ളം ജലചക്രവർത്തിയാണ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആ വള്ളത്തിൽ കളിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭാഗ്യമായി കാണുന്നു. നമസ്കാരം, എൻ്റെ പേര് പ്രദീപ്. ഞാൻ തെക്കേക്കര ബോട്ട് ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. ഈ വർഷത്തെ 2026 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ ഞങ്ങൾ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ ചുണ്ടൻ വള്ളത്തിൽ പുന്നമടക്കായൽ എത്തുന്നു. കുട്ടനാട് ബേസ് ചെയ്തുള്ള ഒരു ക്ലബ്ബാണ്. അമിതമായ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഞങ്ങൾ വള്ളവും ക്ലബ്ബും ടീമും അടക്കം ആലപ്പുഴ പുന്നമടക്കായലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. ഈ വള്ളത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഏറ്റവും അധികം 16 തവണ നെഹ്റു ട്രോഫി കൈയടക്കിയ ക്ലബ്ബാണ്. ഏതാണ്ട് 32 പ്രാവശ്യം റണ്ണറപ്പായിട്ടുണ്ട്. വള്ളങ്ങളുടെ ചരിത്രത്തിൽ മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കാരിച്ചാൽ എന്ന വള്ളം ജലചക്രവർത്തിയാണ്. എന്നും വള്ളംകളി പ്രേമികൾ മനസ്സിലേറ്റി കൊണ്ടു നടക്കുന്ന മാനസപുത്രനാണ് കാരിച്ചാൽ. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആ ക്ലബ്ബിലെ ആ വള്ളത്തിൽ കളിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭാഗ്യമായി കാണുന്നു. 22 ദിവസത്തെ ട്രെയിനിങ്ങാണ് ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 6-7 ദിവസം മാത്രമേ ഫൈനൽ 22-ാം തീയതിയാണ് നെഹ്റു ട്രോഫി ജലോത്സവം. അതിൽ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ, അതായത് 81 തുഴച്ചിൽക്കാരും 5 അമരക്കാരും 9 നിലക്കാരുമായി ഈ വള്ളം പുന്നമടക്കായൽ കപ്പ് മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങൾ എത്തുന്നത്. നല്ല പ്രതീക്ഷയിലാണ്. രാവിലെ 6 മണി മുതൽ ക്യാമ്പ് ആരംഭിക്കുന്നു. 7-7:30 വരെ ഫിസിക്കൽ ട്രെയിനിങ്, അതിനുശേഷം വള്ളത്തിലുള്ള പ്രാക്ടീസ്. ഇതിനിടയിൽ ഭക്ഷണങ്ങളും നല്ല രീതിയിലുള്ള ആഹാര ക്രമീകരണം, പോഷകാഹാരങ്ങൾ കൊടുത്ത് ബലിഷ്ഠങ്ങളായ തുഴച്ചിൽക്കാരെ ഇപ്രാവശ്യം ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. പൊതുവെ വള്ളങ്ങളിൽ കണ്ടുവരുന്നത് പോലെ തന്നെ അന്യസംസ്ഥാന സഹോദരന്മാരും ഞങ്ങളുടെ വള്ളത്തിലുണ്ട്. പ്രത്യേകിച്ച് കുട്ടനാട് ആയതുകൊണ്ട് കുട്ടനാട്ടിലെ എല്ലാ തുഴച്ചിൽക്കാരെയും ഈ കേരള പ്രദേശത്തെ മുഴുവൻ ആൾക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ക്ലബ്ബുകളും അപ്രകാരമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്രാവശ്യം വരുന്ന ഏറ്റവും അധികം മത്സരമായിരിക്കും ഈ 2026 മത്സരം എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കും. കാരണം കപ്പ് പ്രതീക്ഷിച്ച് 13-14 വള്ളങ്ങളാണ് പുതുതായി പണിതിറക്കിയ 6-7 വള്ളങ്ങളും നിലവിലുള്ള ചാമ്പ്യന്മാരായ വള്ളങ്ങളും എല്ലാവരും എത്തുന്നു. ഇപ്രാവശ്യം വള്ളങ്ങളുടെ മത്സരത്തിൽ സമ്പുഷ്ടമായിരിക്കും.